ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മൊബൈലിലെ സിസ്റ്റം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുമോ, അതായത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച്. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും, എന്നാൽ സാധിക്കുകയില്ല എന്നും പറയാം. കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സിസ്റ്റം ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ബ്ലോട്ട്വെയറുകൾ എന്നാണ് നമ്മൾ അതിൽ പറയപ്പെടുന്നത്. അതായത് സാംസങ് മൊബൈലൊക്കെ മറ്റുമൊക്കെയാണ് ഇത്തരം ബ്ലോട്ട്വെയറുകൾ കൂടുതൽ കാണുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് അതിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് ആവശ്യമില്ലാത്തവയുണ്ടാകാം. അതായത് മറ്റേ ഗൂഗിൾ മൂവീസ്, ഗൂഗിൾ ഗെയിംസ് തുടങ്ങി നമുക്ക് അനാവശ്യം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. അത്ര ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസിനെയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ നമ്മുടെ ഫോണിൻ്റെ റാം സ്പേസിനെയൊക്കെ അത് ഒരുപാട് ബാധിക്കും. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലോ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണുകയുമില്ല. അപ്പോൾ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ റൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഇത്തരം സിസ്റ്റം ആപ്ലിക്കേഷനുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ റൂട്ട് ചെയ്യുന്ന ശേഷം സിസ്റ്റം റിമൂവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൂട്ട് ആക്സസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത്തരം സിസ്റ്റം ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഇത്തരം ബ്ലോട്ട്വെയറുകൾ നമ്മുടെ മൊബൈലിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ റാം സ്പേസിനെയൊക്കെ ഏകദേശമൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യമാകും. എന്നാൽ ചില യൂട്യൂബ് വീഡിയോകളിലേക്ക് നിങ്ങൾ കാണാറുണ്ട്, നമുക്ക് നമ്മുടെ മൊബൈൽ റൂട്ട് ചെയ്യാതെ തന്നെ ചില നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചില സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ മൊബൈലിൽ നിന്നും ഇത്തരം ബ്ലോട്ട്വെയറുകൾ അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമ്മുടെ മൊബൈൽ റൂട്ട് ചെയ്യാതെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചും നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത്. കാരണം എന്ന് പറയുന്നത് ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും അത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മൊബൈലിൻ്റെ സിസ്റ്റം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്യുക. റൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം റിമൂവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. എന്താണ് റൂട്ടിംഗ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ റൂട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു മൊബൈലാണെങ്കിൽ നിങ്ങൾ റൂട്ട് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. നമുക്ക് ആവശ്യത്തിലുള്ള റാം സ്പേസും ആവശ്യത്തിലുള്ള ഇന്ത്യൻ മെമ്മറിയും ഒക്കെ നമ്മുടെ മൊബൈൽ ഓൾറെഡി ഉള്ള ഫോണുകളാണ് ഇപ്പോൾ എല്ലാം ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം ആപ്ലിക്കേഷനുകൾ നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ സാധ്യമാകും. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും വർക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഓൾ ആപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഡിസേബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡിസേബിൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്നും അത്തരം ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്ത് വയ്ക്കുവാനും അതുപോലെ തന്നെ അത്തരം ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇത്തരം ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധ്യമാകും. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംശയമില്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.